അനുമോന്റെ ബർത്ത്ഡേ നമുക്ക് ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചാലോ? അപ്പൊ നല്ല സേമിയ പായസം വെച്ചു. അനുവിന് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ. ഓ മാളിക്കുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു പായസം വെക്കാൻ പറഞ്ഞ കാര്യം കേട്ടോ. അമ്മ എപ്പോഴും അടയാണ് വെക്കുക. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സേമിയം വെക്കും. അപ്പം നോന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് സേമിയം തന്നെ വെച്ചു. ഞാൻ കേക്ക് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ അത് പോയി കൊടുന്നു കേട്ടോ. സൂപ്പർമാൻ തീമിലുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ രാത്രി എല്ലാവരെയും വിളിച്ചിട്ട് അത് കട്ട് ചെയ്തു. ഓൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അന്നേക്ക് 9 കൊല്ലം തികയാണ് കേട്ടോ. അപ്പോൾ 9 വയസ്സാന്നുള്ളത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഓ ഇപ്പോഴും ഞങ്ങൾക്ക് ചെറിയ കുട്ടി തന്നെയാണ് കേട്ടോ. ഓരോ വർഷം മോന്റെ വയസ്സ് പറയുമ്പോൾ ഒരു ഞെട്ടലാണ്. കാരണം ഇത്രയായോ എന്നൊക്കെയുള്ള ഒരു അത്ഭുതമാണ് കേട്ടോ. അനുമോൻകോന്റെ ബർത്ത്ഡേ വലിയ പരിപാടിയായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഞാൻ എപ്പോഴും അത് സർപ്രൈസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും തടസ്സം കാരണം അതിനെ കൊണ്ട് പറ്റില്ല കേട്ടോ. സ്വന്തമായിട്ട് വരുമാനമൊക്കെ ആകുമ്പോൾ നമ്മൾ ആരോടും ചോദിക്കാതെ നല്ല രീതിക്ക് നടത്തണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പ്രാവശ്യം എന്നെ കൊണ്ട് നടന്നില്ല. എന്തായാലും മോൻ്റെ 10ാമത്തെ വയസ്സിൽ നമുക്ക് അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ ഉണ്ടാക്കണം. രാത്രി ആയതുകൊണ്ട് തന്നെ സ്വത്തുമാനി അയറാനി മാത്രമായിട്ട് വിളിക്കാൻ പറ്റിയത്. എനിക്ക് എല്ലാവരും വേണമെന്നാണ്. ഓല് ഇവിടെ മാളിക്കുന്നിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നുള്ള വാശിയായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കൊടപാടത്തുള്ള കേക്ക് ഞാൻ പാർസലാക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാനൂന് കേക്ക് കൊടുക്കാൻ പോയപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ. അതേപോലെ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത് അതന്നെയാണ് ഉമ്മ നിന്ന് പറയുന്നത്. കാരണം ഓനും കുഞ്ഞാനും തമ്മിൽ എപ്പോഴും പോട്ടിയാണ്. എപ്പോഴും ഇങ്ങനെ വാക്കുകൊണ്ടുള്ള അടികൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടെങ്ങാണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പല കുട്ടികൾക്ക് പിന്നെ പണ്ടത്തെ മാതിരി മാമൻ എന്നുള്ള ബഹുമാനമൊന്നും ഇല്ലല്ലോ. എൻ്റെ കുട്ടിയുടെ അടുത്ത ബർത്ത്ഡേക്കും ഇതിനേക്കാട്ടും സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. ഞാൻ അടിപൊളിയായിട്ടൊരു ഫംഗ്ഷൻ തന്നെ വെക്കും. എൻ്റെ മനസ്സിലുണ്ട്. ഇനി വേറെ എന്തെങ്കിലും കാരണത്താൽ അത് മുടങ്ങാതിരിക്കട്ടെ. പിന്നെ ഈ കാണുന്ന മാതിരിയൊന്നുമല്ല കേട്ടോ സാധനം. എന്ത് ചെയ്ത് കൊടുത്താലും പിന്നെ അടുത്ത കൊല്ലം പറയുക അത് ചെയ്തെന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എല്ലാ കുട്ടികളും പറയണത് തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെറുതെ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൻ്റെ ആഗ്രഹത്തിന് വാങ്ങിയതാണ്. അത് വെച്ചിട്ട് സച്ചുവിനും നല്ല കളിയായിരുന്നു കേട്ടോ. നിഷാന് പൊതുവേ ഈ ബർത്ത്ഡേ പരിപാടി കേക്ക് കട്ടിങ് അതിനോട് വലിയ താല്പര്യമല്ല. എന്നുണ്ടെങ്കിൽ ഒരു വിരോധവും പറയാതെ കൂടുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ അതിനിങ്ങനെ മുന്നിട്ടിറങ്ങുന്ന സ്വഭാവമല്ല കേട്ടോ. ഓൻ്റെ 1ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ അതിഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്നു കേട്ടോ. അത് പിന്നെ കുറേ മുമ്പായതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതാ. അനുമോ ഹാപ്പിയാണ്. ഇനി അടുത്ത വർഷം ഇതേ സമയം പറയട്ടോ എനിക്കൊന്നും ചെയ്തില്ല, എനിക്കൊന്നും വാങ്ങില്ല എന്നുള്ളത്. അതുകൊണ്ട് സ്ഥിരം പരിപാടിയാണ്. കേക്ക് കട്ടിങ് കഴിഞ്ഞ് അനുചേച്ചിക്കുള്ള ഒരു ഇതാ നമ്മളങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടോ. പിറ്റേ ദിവസം ലച്ചു ബേബിനോട് ടാറ്റയും പറഞ്ഞ് പോവുകയാണ്. ഇതുവരത്തെ മാതിരിയല്ല കേട്ടോ. കുട്ടിയുടെ ചെറിയും കളിയും കണ്ടാൽ അവിടുന്ന് പോരാനേ തോന്നില്ല. എന്തായാലും പോകുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകുന്നു. പിന്നെ രാത്രി ഞങ്ങൾ കോട്ടപ്പുറത്ത് ഇറങ്ങിയപ്പോഴാണ് അവിടെയും ഒരു ബർത്ത്ഡേ ആഘോഷം കണ്ടത് കേട്ടോ. നിഷാൻ്റെയൊക്കെ ഫ്രണ്ടാണ് ആപ്പി അറിയും. ആളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തതാണ് ചെറുക്കന്മാരെല്ലാവരും കൂടി കൂടിയിട്ടോ. പരിപാടിയുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒറ്റ ആളാണ് കേട്ടോ. ഷമീർ എന്ന് പറയുന്ന ആളാണ്. ബാക്കി എല്ലാവരും നടത്തിപ്പുകാരാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് സർപ്രൈസ് ഒക്കെ കൊടുത്തേക്കോ. ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല റെഡ് വെൽവെറ്റ് കേക്കും ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം 2 ഐറ്റം കേക്കൊക്കെ കഴിക്കാൻ പറ്റി. ഞങ്ങൾ തികച്ചും യാദൃശികമായിട്ട് എത്തിയാണ് കേട്ടോ. ഒരു പൊടിക്ക് ലൈറ്റായി പോയി, അല്ലെങ്കിൽ കേക്ക് കട്ടിംഗ് ഒക്കെ കാണായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേൻ്റെ ആള്. അറിഞ്ഞു ചെന്നതല്ലെങ്കിലും ഞങ്ങൾക്കും ബർത്ത്ഡേയിൽ കൂടാൻ പറ്റിയിട്ട്. എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.